ഒരാണ്ട് കഴിക്കും. രണ്ടാമത്തെ ആണ്ടാണ് വാപ്പാന്റെ എന്ന് പറയുമ്പോ കൃത്യമായിട്ട് ഈ നാട്ടിൽ എത്ര ആണ്ട് കഴിക്കുന്ന ഉസ്താദോട് ചോദിച്ച ഉസ്താദ് പറഞ്ഞു. അപ്പൊ ചോദിക്കില്ലാന്നേ ഉള്ളൂ. കുറവാണ്. നമുക്കൊക്കെ ബന്ധം കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്റെ വാപ്പ മൂത്തായിട്ട് 12 വർഷമായി. അള്ളാഹു മഗ്ഫിറത്ത് എത്തി കൊടുക്കട്ടെ. 12ാമത്തെ ആണ്ട് വരും ഇനി അടുത്ത ദുൽഖഅദാവുമ്പോൾ. അത് നിർത്തലാക്കാൻ കുടുംബം മക്കളാരും ഒരിക്കലും തയ്യാറല്ല. അങ്ങനെയാണ് ബാപ്പ നമ്മളെ പോറ്റിയതും വളർത്തിയതൊക്കെ. നമ്മൾ മരിക്കുന്നത് വരെ അത് തുടർന്നു കൊണ്ടുപോകണം. നമുക്കാവതില്ലാത്ത കാലത്ത് മക്കളും ബാക്കിയുള്ളവരൊക്കെ അത് ചെയ്യണം. അന്ന് ബാപ്പാന്റെയും ഉമ്മാന്റെയും ബന്ധുക്കളൊന്നും ഒരുമിച്ച് കൂടിയിട്ട് ഒരിക്കലെങ്കിലും വർഷത്തിലൊരു ബന്ധം പുലർത്തണ്ടേ? എപ്പോഴും ആയിരുന്നു ആ ബന്ധം. സ്വഹാബത്ത് പോയി കണ്ടിരുന്നു. എന്തങ്ങൾക്ക് അവിടെ? അതെ, ബാപ്പാന്റെ ഒരു ബന്ധുവാണത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം കുറവാണ്, ബഈദായ ബന്ധമാണ്. പക്ഷെ ബാപ്പയിലേക്ക് നോക്കുമ്പോ അടുത്ത ബന്ധമാണ്, ഖരീബായ ബന്ധമാണ്. നമ്മളെ ബന്ധം എങ്ങനെ ചുറ്റി നോക്കുമ്പോ കുറച്ച് ദൂരെയാണ്. ബാപ്പാനൊക്കെ നോക്കുമ്പോ അടുത്ത ബന്ധമാണ്. അപ്പൊ അവിടെ പോയി ഒന്ന് ചാടിച്ചു വന്നാണ്, ബന്ധം പുലർത്തിയതാ. ആ സ്നേഹബന്ധത്തിന് എന്തൊരു വിലണ്ടായിരുന്നു. 2ാം കൊല്ലാകുമ്പോ എല്ലാരും പറയും, ആ ഉസ്താദിനെയും കുട്ടികളെയും വിളിച്ചിട്ട് ഒരു ചെറിയ ആണ്ട് നടത്താന്ന് പറയും. 3ാം കൊല്ലാകുമ്പോ പറയും, ഇനി എല്ലാരും കൂടി യാസീൻ ഓതിയാ മതി, സിയാറത്തും ചെയ്യാ, കഴിഞ്ഞു. 4ാം കൊല്ലാകുമ്പോ ബാപ്പ മരിച്ച് 4 കൊല്ലാലും ഇനി ആണ്ട് ചിത്രക്ക, അതും കഴിഞ്ഞു. അങ്ങനെ ആകാൻ പാടില്ല. ബന്ധങ്ങള് അത് നിലനിർത്തന്നെ വേണം. അല്ലാ, എനിക്ക് വേണ്ടി കൊണ്ടുവന്ന അല്ലല്ലേ, സദസ്സിന് വേണ്ടി കൊണ്ടുവന്നാലേ ആയിക്കോട്ടെ. 5ാമത്തെ കാര്യം ഇക്റാമു സ്വദീഖിഹിമ, ഉപ്പയുടെയും ഉമ്മയുടെയും സുഹൃത്തുക്കളെ, ചങ്ങാതിമാരെ. ചങ്ങാഴ്ചയാണ്, ഉമ്മാരെ ചങ്ങാഴ്ചയാന്ന് പറയും. പുരയിലൊക്കെ വരുമ്പോ ഇങ്ങനെ കാണല്ലോ ഉമ്മാരെ ചങ്ങാഴ്ച. അവരെ ബഹുമാനിക്കണം. ഇങ്ങനെ 5 ഹക്ക്. ബാപ്പ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവരെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കൽ ബഹുമാനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വാഹനത്തിൽ ഇങ്ങനെ സ്പീഡിൽ മഹാനവറുകളുടെ സ്ഥലത്തേക്ക് ധൃതിപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഒരു ആറാബി വൈക്കുന്ന ഇങ്ങനെ കൈ കാണിച്ചു. അപ്പൊ വാഹനം നിർത്തി. കുതിരയെ കൈത് എന്തോന്നാണ് നിർത്തി. എന്തേന്ന് ചോദിച്ചപ്പോ ആറാബി പറഞ്ഞു, എന്റെ വാപ്പ നിങ്ങളെ വാപ്പാന്റെ ചങ്ങാതിയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചങ്ങാതി, സുഹൃത്താണ് എന്റെ വാപ്പ. ഞാൻ സാധാരണ ആളല്ല, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം പറയാണ്, ഡയറക്റ്റ് ബന്ധമല്ല. എന്റെ വാപ്പാന്റെ കൂട്ടുകാരനാണ് നിങ്ങളെ വാപ്പാന്ന്. അങ്ങനെ. അപ്പൊ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തോളിൽ ഇങ്ങനെ പുതച്ചൊരു ഷാളുണ്ട്, ആ ഷാൾ അങ്ങ് കൊടുത്തു. ഇക്റാം. ബാപ്പാന്റെ സുഹൃത്തിന്റെ മോനായി എന്നുള്ള നിലക്ക് കൊടുത്തതാണ്. കണ്ട ആൾക്കാർ പറഞ്ഞു, ആറാബിക്കൊക്കെ 1 ദിർഹം കൊടുത്താ പോരെ, ആ തട്ടത്തിനൊക്കെ എന്തൊരു വില ഉണ്ട്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ പോരാ, അദ്ദേഹത്തിന്റെ ഉപ്പ എന്റെ ഉപ്പാന്റെ ചങ്ങാതിയായിരുന്നു. അപ്പൊ ഉപ്പാന്റെ ചങ്ങാതിയുടെ മകൻ എന്ന് പറയുമ്പോ സാധാരണ ബഹുമാനം പോരല്ലോ, അതുകൊണ്ട് കൊടുത്താണ്. ചങ്ങാതിമാരെ ബഹുമാനിക്കണം. ഇത് ചങ്ങാതിയുടെ മകനാണ്. മകൻ ഇത്ര ബഹുമാനാണെങ്കിൽ അവർക്ക് എത്ര ബഹുമാനം കൊടുക്കണം. ഇക്റാമു സ്വദീഖിഹിമ, ബാപ്പയുടെ ഉമ്മയുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവരെ ശുശ്രൂഷിക്കുക. അവർക്കാണ് രോഗമായി എന്ന് പറയുമ്പോ ബാക്കിയുള്ളവരെ പോലെ പരിഗണിച്ചാ പോരാ. എന്താ നിങ്ങൾക്ക് അവിടെ? ബാപ്പാന്റെ ഒപ്പം ഒരേ നിലക്ക് തൊഴിലെടുത്ത ആളാണ്. ഒരുമിച്ചായിരുന്നു ഒരുപാട് കാലം വർക്ക് ചെയ്തത്, ഗൾഫിലും ഇവിടൊക്കെ. അപ്പൊ ഭയങ്കര ബന്ധാണ്. അതുകൊണ്ട് കാണാൻ പോയതാണ്. അതൊരു ബഹുമാനം. അത് മരിച്ചു കിടക്കുന്ന ബാപ്പയും ഉമ്മയും അവര് ഖബറിലെത്തിയിട്ട് ശ്രദ്ധിക്കുന്നത് മക്കളാകുന്ന നമ്മൾ ഈ ഹക്കൊക്കെ വീട്ടുന്നുണ്ടോ ഇല്ലേ എന്നാണ്. വബിൽ വാലിദൈനി ഇഹ്സാനൻ എന്ന് പറയുന്ന ആ വിഷയം, മാതാപിതാക്കളോടുള്ള ബന്ധം നല്ല നിലക്ക് നിലനിർത്തണം എന്ന് പറയുന്നതിന്റെ ഭാഗമായി ഇത് അവർക്കൊരു ബുദ്ധിമുട്ടാവും അല്ലേ? കുറച്ചാ മതി, ഒന്ന് കുറച്ചാ മതി. അവരങ്ങനെ തിരിച്ചു ഉത്തരക്കണ്ട, അതൊരു ബുദ്ധിമുട്ടല്ലേ, കുറച്ചൊന്ന് ചോദിക്കാൻ മതി. അപ്പോ ഈ 5 ഹക്കുകൾ പാലിച്ചുകൊണ്ട് അവരോടുള്ള കടപ്പാടുകൾ നിറവേറ്റണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ബാപ്പയോടും ഉമ്മയോടും എത്ര മോശപ്പെട്ട സ്വഭാവക്കാരാണെങ്കിലും പിണങ്ങാൻ പാടില്ല അവരോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ ഉപ്പയെയും ഉമ്മയെയും ഒരിക്കലും നിങ്ങൾ അവരെ വെറുപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോ തിരിച്ച് തങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, നബിയെ,
ബാപ്പാന്റെ ഭാഗത്തുനിന്നും ഉമ്മാന്റെ ഭാഗത്തുനിന്നും ലുൽമുണ്ടായാലോ എന്നൊരു ചോദ്യം, അക്രമം. അപ്പൊ ഞങ്ങൾ 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു, വഇൻ ലലമാഹു വഇൻ ലലമാഹു വഇൻ ലലമാഹു. ബാപ്പയും ഉമ്മയും മകനെ ആക്രമിച്ചു, അന്യായമായി വല്ലതും പറഞ്ഞു ചെയ്തു എന്നാൽ പോലും ആക്രമിക്കാൻ പാടില്ല. അവരെ ബഹുമാനത്തിന്റെ സ്റ്റേജാണത്. എന്തും ബാപ്പയായതുകൊണ്ട് ഉമ്മയായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറയാന്നുള്ളതിന് പെർമിഷൻ അല്ലത്. പക്ഷെ അവരെ ബഹുമാനിക്കേണ്ട ഒരു പരിധി പറഞ്ഞപ്പോ പറഞ്ഞതാണ്, അവരിൽ നിന്ന് ലുൽമുണ്ടായാൽ പോലും സഹിക്കണം, ക്ഷമിക്കണം. ബാപ്പയായി എന്നുള്ളതിന്റെ പേരിൽ ക്ഷമിക്കണം, ഒന്നും പറയരുത്. ബാപ്പ ഇപ്പൊ പറഞ്ഞത് സത്യത്തിൽ മോശമാണ്, വളരെ വൃത്തികെട്ട വാക്കാ പറഞ്ഞത്. പക്ഷെ തിരിച്ചു പറയാൻ പറ്റൂല. എന്തേ? ബാപ്പയാണ്. ഉമ്മ പറഞ്ഞത് സത്യത്തിൽ മോശപ്പെട്ട വാക്ക ഉമ്മ പറഞ്ഞ്, തിരിച്ചതേ നാണയത്തിൽ ഇല്ല, അതിലും താഴെ ഇല്ല, നല്ലത് എന്തെങ്കിലും തിരിച്ചു പറയാം, അത്രേ പറ്റുള്ളൂ. അവരോടുള്ള സേവനത്തിന്റെ മാർഗത്തിൽ വിഷയമായി പറയുകയാണെങ്കിൽ അത് തന്നെ ധാരാളം ഉണ്ട്. നല്ല സേവനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയ പ്രതിഫലങ്ങൾ വാങ്ങണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗം കാണിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വർഗത്തിലുള്ള ഓരോ വ്യക്തികൾ അങ്ങനെ നോക്കിയിട്ട് തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വർഗം നോക്കിയപ്പോ ഞാൻ സ്വർഗത്തിൽ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗത്തിൽ ഞാൻ കണ്ടു. എവിടെയാണ് ഹാരിസത്ത് ബിൻ നുഅ്മാൻ നബിയെ? ഫിർദൗസിലാണ്, സ്വർഗത്തിലെ ഫിർദൗസിൽ. അത് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, കദാലിക്കൽ ബർറു കദാലിക്കൽ ബർറു കദാലിക്കൽ ബർറു കാന അബർറ ബി ഉമ്മിഹി. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഫിർദൗസിലെത്താനുള്ള കാരണമാണ് പറഞ്ഞത്. ഉമ്മയോട് നല്ല ബന്ധമുള്ള, നല്ല ഗുണം ചെയ്ത മോനായിരുന്നു ആ സ്വഹാബി. ഷഹീദായതാണ്, പക്ഷേ ഷഹാദത്തൊന്നും അല്ല തങ്ങൾ കാരണം പറഞ്ഞു. ഷഹീദ് എത്ര ആൾക്കാരുണ്ട്? രക്തസാക്ഷിയാണ്. രക്തസാക്ഷിയായി നല്ല തങ്ങൾ കാരണം പറഞ്ഞത്. നിസ്കരിച്ചു എന്നുമല്ല, നിസ്കരിച്ചിട്ടുണ്ട്. നോമ്പ് നോറ്റു എന്നല്ല കാരണം പറഞ്ഞത്. കാരണം പറഞ്ഞത് എന്താ? ഖാന അബർറ ബി ഉമ്മിഹി. ഉമ്മാക്ക് വലിയ ഖിദ്മത്ത് ചെയ്ത് സേവനം ചെയ്ത മോനായിരുന്നു, അതുകൊണ്ടാണ് ഫിർദൗസിലെത്തിയത്. അത് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ ഹൃത്തടത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നല്ല പെരുമാറ്റം കാഴ്ചവെച്ച് നല്ല ദുആ, നല്ല പെരുമാറ്റത്തിന്റെ മധുരമായി ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് നേടിയെടുക്കണം. നമ്മളെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഭാഗങ്ങൾ അതാണ്. ബാപ്പാന്റെ ഉമ്മാന്റെ ഖിദ്മത്തിന്റെ ഭാഗമായിട്ട് നല്ല ദുആ. പിന്നെ ആ ദുആനെ തിരുത്താൻ കഴിയില്ല. പിന്നെ ആരെന്ത് അസൂയ വെച്ചാലും ആരെന്ത് ഇടങ്ങൽ സൃഷ്ടിച്ചാലും ബാപ്പന്റെ ഉമ്മന്റെ അനുകൂല ദുആ ഉണ്ടോ, നമ്മൾ രക്ഷപ്പെടും. നമ്മളെ ജീവിതത്തിൽ നന്നാകാൻ തന്നെ ഒരു മാർഗം അതല്ലേ. തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമായൊരു വഴിയും അതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്, രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ചോദിച്ചപ്പോ ചോദിച്ചു, അഹയ്യുൻ വാലിദൈക്, ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോന്ന് ചോദിച്ചു. വലിയ വലിയ തെറ്റ് ചെയ്ത തെറ്റുകാരനോട് ഉമർ റളിയല്ലാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം, ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോ? ഉണ്ട്. എന്താ അങ്ങനെ ചോദിച്ചത്? ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടെങ്കിൽ പാപം പൊറുപ്പിക്കാൻ എളുപ്പമാണല്ലോ. നോക്കിങ്ങള്, ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോ, നിങ്ങൾ ഈ ചെയ്ത ദോഷങ്ങൾ മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. ആത്മാർത്ഥമായവരെ ഖിദ്മത്തിൽ മുഴുകുക. അവരെ ഒരു ദുആ മതി നിങ്ങളെ പാപങ്ങളൊക്കെ ഒലിച്ചു പോകാൻ. ഒറ്റ ഒരു പ്രാർത്ഥന മതി നിങ്ങളെ ഈ പാപങ്ങളൊക്കെ അല്ലാഹു തആല കഴുകി വൃത്തിയാക്കി നിങ്ങളെ നല്ല ആളാക്കി മാറ്റാൻ. അല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാ തിരിച്ചങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? പള്ളിയിൽ പോയിരുന്ന ഒരു മാല മറിച്ച് കുറെ ഇസ്തിഗ്ഫാർ ലിക്കൊള്ളി എന്ന് പറയാൻ അത്ര വലിയ പ്രയാസമുണ്ടോ? പക്ഷെ ബാപ്പക്കും ഉമ്മക്കും ആ ഖിദ്മത്ത് എടുത്തിട്ട് അവര് നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ദ്വാരുന്നാൽ റെഡിയാവും. അവരെ സബീല് നമ്മൾ നിലനിർത്തണം. ബാപ്പാന്റെയും ഉമ്മാന്റെയും സബീൽ അവർ കാണിച്ചു തന്ന നല്ല മാതൃക കൈയൊഴിക്കരുത്. അത് കൈയൊഴിച്ചാൽ നമ്മളെ കുടുംബത്തിലും നമ്മളെ വീട്ടിലും നമ്മളെ സമ്പത്തിലും ഒക്കെ അരക്ഷിതാവസ്ഥ വരും. അങ്ങനെയാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ബന്ധം. വിശദമായി പറയണം, ഞാൻ ചുരുക്കി പറയാം. ഉദാഹരണമായി പറയാം, ബാപ്പുള്ള കാലത്ത് നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. ബാപ്പുള്ള കാലത്ത് ബാപ്പക്ക് ഈ റബീഉൽ അവ്വൽ മൗലിദ് എന്ന് പറഞ്ഞാല് മനസ്സിൽ ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. ബാപ്പ ഒരു 10-40 ആൾക്കാരെ വിളിച്ചിട്ടെങ്കിലും ഉസ്താമാരെയും കുട്ടികളെയും കുറച്ച് സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഒരു മൗലിദ് കഴിക്കും.
ഒരാടിനെ അറുത്തിട്ടോ അല്ലെങ്കിൽ ആട്ടിറച്ചി വാങ്ങിയിട്ടോ പോത്തിറച്ചി വാങ്ങിയിട്ടോ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കും. അത് വാപ്പാന്റെ ഹയാത്ത് കാലത്ത് നമ്മൾ പതിവായി കണ്ട ഒരു അമലാണ്. ഉദാഹരണം പറയണ്ട, നമ്മളും അത് നിലനിർത്തണം. അപ്പോഴാണ് ബർക്കത്ത് ഉണ്ടാകുക. അല്ല ബർക്കത്തിന് ദ്വാ മാത്രം ചെയ്താൽ പോരെ. നമുക്ക് പാകരം എളുപ്പമുള്ള ഒരു മാർഗ്ഗം ദ്വാരക്കുക. ചെലവൊന്നും ആക്കാൻ കഴിയില്ല, ഒന്നും ദ്വാരന്നാ മതി. പലരോടും ദ്വാരക്കാൻ പറയാം, ചെലവൊന്നും ആക്കാൻ കഴിയില്ല. ദ്വാരന്ന അങ്ങനെ ബർക്കത്ത് ഇങ്ങനെ കിട്ടട്ടെ. അല്ല, പ്രാക്ടിക്കൽ ബർക്കത്ത് അങ്ങനെയാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം, വലിയ അതിന് ഉദാഹരണമായ ഒരു ചരിത്രം പഠിപ്പിക്കുന്നു ഖുർആൻ. ഒരു ബാപ്പ ആ ബാപ്പാന്റെ ഹയാത്ത് കാലത്ത് നിലനിർത്തി പോകുന്നൊരു സംഗതിയായിരുന്നു. അദ്ദേഹം നല്ല കർഷകനായിരുന്നു. അദ്ദേഹത്തിന് എന്തെല്ലാം കൃഷിയുണ്ട്? മുന്തിരിത്തോട്ടമുണ്ട്, കാരക്കത്തോട്ടമുണ്ട്, അങ്ങനെ പഴവർഗ്ഗങ്ങൾ ധാരാളമുണ്ട്. ഈ പഴം പറിക്കുന്ന അന്ന് മിസ്കീന്മാരും ഫുഖറാവും വരും, നാട്ടിന്നും അയൽനാട്ടിന്നും ഒക്കെ. അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരെ പാത്രത്തിലും സഞ്ചിയിലും ഇട്ട് കൊടുത്തിട്ടേ ബാക്കിയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ, വിൽക്കാൻ കൊണ്ടുപോകുള്ളൂ. അദ്ദേഹത്തിന്റെ പതിവാണ്. അങ്ങനെ ഈ ഡേറ്റ്, ഈ കൊടുക്കുന്ന ഡേറ്റ് ആളുകൾക്കിടയിൽ പ്രസിദ്ധി ആർജിച്ചു. നിങ്ങളപ്പോ ഈ വെന്നിയൂര് എന്നല്ല പറയാ, ആ വെന്നിയൂര് പാറമ്മൽ, ഈ പാറമ്മൽ ദേശത്ത് എല്ലാ വർഷവും ഷാബാന്റെ അവസാനത്തിൽ 1000 കൊടുക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡേറ്റ് ഈ പരിസരത്തൊക്കെ പ്രസിദ്ധാവൂലേ? നിങ്ങൾ കൊടുത്തു നോക്കിയപ്പോ പ്രസിദ്ധാവും. പരിസരക്കാരൊക്കെ അറിയും. അതിനൊരു അറബിയ വരണമെങ്കിൽ ആൾക്കാർ ആ പേരാണ് നിലനിർത്തും. അൽഫറബി വരുന്ന ദിവസമാണെന്ന്. വേറെ ഏത് തിരക്കുണ്ടെങ്കിലും ആ ഡേറ്റ് മറക്കൂല. നല്ലതാണ്, കൊടുത്തിട്ടല്ലേ ആൾക്കാർക്ക് ഓർമ്മ. ഈ മനുഷ്യന്റെ വിളവെടുപ്പിന്റെ ദിവസം ആളുകൾക്കിടയിൽ ആ ഡേറ്റ് മഷൂറായി, പ്രസിദ്ധമായി. എല്ലാ കൊല്ലവും ആൾക്കാർ സഞ്ചിയും പാത്രം എടുത്ത് വരും. പിന്നെ പറയുന്നും വേണ്ട, ആളുകൾ വരും. വരുമ്പോ ആളുകളെ കീശയിലേക്ക് ഇദ്ദേഹം ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഓരോ കൊല്ലവും അല്ലാഹു തആല ഇഷ്ടം പോലെ സമ്പത്ത് അധികം കൊടുത്തു. ഈ കൊല്ലം അല്ലാഹു തആല കൊടുത്ത് 100 ടണ്ണാണെങ്കിൽ പിറ്റത്തെ കൊല്ലം അത് 200 ടണ്ണാക്കി അല്ലാഹു വർദ്ധിപ്പിച്ചു. പിറ്റത്തെ വർഷം 300 ടണ്ണ്. കാരണം വാങ്ങാൻ ആൾക്കാർ അത്രയും വരുന്നുണ്ട്. അപ്പൊ കൊടുക്കാൻ ഇപ്പുറം വേണ്ടേ? അല്ലാഹു തആല തീരുമാനിക്കുന്നത് ഇയാൾക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആളല്ലേ, ഇയാളെ കുറവാക്കാൻ പാടില്ലല്ലോ. അല്ലാഹു തആല അങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്തു. അങ്ങനെ ഒരു 10-15 വർഷത്തോളം അദ്ദേഹം അങ്ങനെ കൊടുത്തു. കുടുംബവും പോറ്റി, സമ്പത്തും അധികരിപ്പിച്ചു, കൃഷിയൊക്കെ സമൃദ്ധമാക്കി അങ്ങനെ വളർത്തി. 10-15 കൊല്ലത്തിന് ശേഷം ഈ കൊടുക്കുന്ന ഉപ്പ മരണപ്പെട്ടു. പിന്നെ ഈ പാരമ്പര്യം ഏറ്റെടുക്കേണ്ടതാരാ? മക്കളാണ്. 3 മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്, ആൺമക്കള്. 3 ആളും കൂടി പിറ്റത്തെ കൊല്ല ആ ഡേറ്റ് വരെയാണ്. ഓൽക്കും ഡേറ്റ് പരിചയമുണ്ട്. കാരണം അവരും ബാപ്പ കൊടുക്കുമ്പോ മക്കളത് ആ സഞ്ചി കൊടുക്കി, ഈ പാത്രത്തിൽ കൊടുക്കിന്ന് ബാപ്പ പറയുമ്പോ ഇങ്ങനെ കോരിട്ട് കൊടുക്കുന്നതാണ് ഈ മക്കള്. അവര് 3 പേരും ചിന്തിച്ചു, എന്താ ചെയ്യാ? ഒരു മീറ്റിംഗ് കൂടാണ്. എന്തേ? ബാപ്പ കൊടുക്കുന്ന ആ ഡേറ്റ് ആകാൻ പോവാണ്. ആളുകളോട് പോസ്റ്റർ ഒട്ടിക്കണ്ട, അത്രയും ആൾക്കാർക്ക് ആ ഡേറ്റ് ഓർമ്മ ഉണ്ട്. അവർ കറക്റ്റ് വരും. അവര് വരുമ്പോ നമ്മൾ ഉപ്പ കൊടുക്കും പോലെ കൊടുക്കണ്ടേ? അപ്പൊ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, ബാപ്പ കൊടുത്ത സേവനങ്ങളോട് കുറച്ച് താല്പര്യമുള്ള ആ കൂട്ടത്തിലെ നടുവിലാള് പറഞ്ഞു, അല്ല ഉപ്പ കൊടുക്കും പോലെ കുറച്ചെങ്കിലും കൊടുക്കല്ലേ നമ്മള്, അതല്ലേ അതിന്റെ മട്ടം. അപ്പൊ അപ്പുറം അപ്പുറത്തുള്ള ആള് പറഞ്ഞു, എനിക്ക് വല്ല കാറ്റുണ്ടോ? ബാപ്പ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുക. പിന്നെ നമ്മളെ മക്കൾക്ക് എന്താ? അങ്ങനെയുള്ള ആൾക്കാർ മക്കൾക്ക് എന്താ, കുടുംബത്തിന് എന്താ? കുടുംബത്തിന് തേച്ചാ തികയില്ല. അവർക്കൊന്നും വല്ലതും വേണം ഇങ്ങനെ കൊടുക്കുക വരുന്നവർക്കൊക്കെ. അപ്പൊ അവർ ഐക്യ കണ്ടേനെ തീരുമാനിച്ചു, ഒന്നും കൊടുക്കണ്ട. ജനങ്ങൾ വരുന്നതിന്റെ 2-3 ദിവസം മുമ്പ് കൃത്യമായും ഇതൊക്കെ സഞ്ചിയിലാക്കി പാക്കറ്റ് ആക്കിയിട്ട് ഗോഡൌണിലേക്ക് കയറ്റണം. ആളുകൾ വരുമ്പോ, ഓ വിളവെടുപ്പ് നടന്നല്ലോ, ഇനിയിപ്പോ നമ്മൾ വന്നത് വെറുതെ ആയിപ്പോയല്ലോ, ഒന്നുമില്ലല്ലോ, ഡേറ്റ് നമ്മളോട് തെറ്റിപ്പോയി എന്ന് ആൾക്കാർ തോന്നി തിരിച്ചു പോണം. ഇക്കൊല്ലം തിരിച്ചു പോയാ പിന്നെ അടുത്തൊല്ലം വരൂല. അങ്ങനെ ഉണ്ട് ഐഡിയ. പടച്ച റബ്ബിനെ പോലും തിരുത്തുന്ന ഐഡിയ അല്ലേ? അങ്ങനെ 3 പേരും വിളവെടുപ്പ് നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് അവരെ തോട്ടത്തിലേക്ക് രാത്രി സമയത്ത്, പകലാകുമ്പോ ആൾക്കാർ കാണുമല്ലോ, രാത്രി വന്നിറങ്ങി. അവര് വന്ന് ഇറങ്ങുന്ന നേരത്ത് നോക്കുമ്പോ തോട്ടം മുഴുവനും കത്തിക്കരിഞ്ഞു നിൽക്കുന്നു, ഒരു ഖനി പോലും ബാക്കിയില്ലാതെ. അവരിങ്ങനെ വന്നിറങ്ങിയിട്ട് ഈ കത്തിക്കരിഞ്ഞ പ്രദേശം കണ്ടപ്പോ ചോദിച്ചു, അല്ല നമുക്ക് തോട്ടം മാറിയോ? നമ്മൾ വേറെ ഏതോ വഴിക്ക് റൂട്ട് മാറി വന്നോ? അല്ല, കൂട്ടത്തിലുള്ള മൂത്ത ആള് പറഞ്ഞു, മാറിയതല്ല, ബൽ നഹ്നു മഹ്റൂമൂൻ, നമുക്ക് തരേണ്ടത് തരണ്ടാന്ന് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് വാപ്പ കൊടുത്തതുപോലെ കൊടുക്കണം എന്നുള്ള പാരമ്പര്യ ശൈലി നമ്മൾ മാറ്റിയപ്പോ അല്ലാഹു തആല തീരുമാനിച്ചു, ഒരൊറ്റ
പഴം പോലും ഉണ്ണാനോ സാമ്പത്തികമായി വർധനവുണ്ടാക്കാനോ ഇവരെ കയ്യിൽ കൊടുക്കരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചു. ബൽ നഹ്നു മഹ്റൂമൂൻ, മൊത്തം കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒറ്റ ഒന്നുപോലും അള്ളാഹു തആല കൊടുത്തില്ല. എന്താ അവർ ന്യായം പറഞ്ഞറിയോ? ബാപ്പ അന്ന് അങ്ങനെ കൊടുത്തത്, ബാപ്പാക്ക് 3 മക്കളുണ്ടായിരുന്നുള്ളൂ, നമ്മള് 3 ആളും. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് 3 ഉണ്ട്. ഇപ്പൊ എത്രയായി? മക്കളെ കൂട്ടുമ്പോ തന്നെ 9 ആയി. പിന്നെ നമ്മൾ കൂട്ടുമ്പോ 12 ആയി. പെണ്ണുങ്ങൾ കൂട്ടുമ്പോ 15 ആയി. ബാക്കിയുള്ളവർ കൂട്ടുമ്പോ പിന്നെ ആയില്ലേ? ഇത്ര ആൾക്കാരുണ്ട്. ഓ, അവര് പറഞ്ഞു ഒരൊറ്റ ധാന്യം പോലും അള്ളാഹു ബാക്കി വെച്ചില്ല. ഉപ്പ സ്വീകരിച്ച ആ മാർഗം മുടക്കിയിട്ട് ഫസ്റ്റ് കൊല്ലം തന്നെ തീരുമാനെടുത്തപ്പോ ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ, നടുവിലെ മോൻ പറഞ്ഞു, മൂത്താളല്ല താഴെയുള്ള ആളും അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ബാപ്പ കൊടുത്ത പോലെ കുറച്ചെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞില്ലേ, നിങ്ങളല്ലേ വേണ്ട വേണ്ടാന്ന് പറഞ്ഞത്. ഫഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതലാവമൂൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാൻ തുടങ്ങി. എന്റെ പണിയാണത് മൂത്താളോട്. അല്ല, ഞാൻ പിന്നെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിരുന്നു, താഴെയുള്ള ആളോട് എന്റെ ആക്രാന്തം കൊണ്ടാണ്. എല്ലാരും ആക്ഷേപിക്കാൻ ഒന്നും കിട്ടിയില്ല ആർക്കും. മൊത്തം അല്ലാഹു തആല കത്തിക്കരിച്ചുപോയി. ഏക്കർ കണക്കിനുള്ള തോട്ടമല്ലേ അല്ലാഹു തആല ജഡുദിയിൽ അങ്ങനെ ചെയ്തത്. തൗബ ചെയ്തവർ മടങ്ങിയിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ ഇനി മേലാൽ അങ്ങനെ തീരുമാനിക്കൂല. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. പടച്ച റബ്ബ് പകരം നമുക്കിനി തോട്ടം തന്നാൽ ഉപ്പ കൊടുത്തതുപോലെ കൊടുക്കും, ഉപ്പ കൊടുത്തതുപോലെ മിസ്കീന്മാരെ പാവങ്ങളെ സേവിക്കും, എന്നിട്ടേ നമ്മൾ വല്ലതും സമ്പാദിക്കുള്ളൂ. പിറ്റത്തെ കൊല്ലം അല്ലാഹുവിற்கு കായ്ക്കനികൾ നൽകി. ബാപ്പ കൊടുത്തതുപോലെ മിസ്കീന്മാരെ സഞ്ചികളിലേക്കും പാത്രങ്ങളിലേക്കും ഇട്ടുകൊടുത്ത ശേഷമാണ് ബാക്കിയുള്ളവർ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുപോയത്. മുന്തിരിത്തോട്ടം നൽകി. ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, മുന്തിരിത്തോട്ടത്തിൽ കായ്കനികൾ ഉണ്ടായി. തൗബ ചെയ്ത് മടങ്ങി ഉപ്പാന്റെ ശൈലി സ്വീകരിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തപ്പോൾ അല്ലാഹു തആല കായ്കനികൾ കൊടുത്തു. ഞാനിത് പറയുന്നത് ചരിത്രം കേട്ടുപോകാനല്ല. ബാപ്പ സബീലാക്കിയൊരു മാർഗം, ഉമ്മ സബീലാക്കിയൊരു വഴി വീട്ടിൽ നിന്ന് അസ്തമിച്ചിട്ടുണ്ടോ, ബർക്കത്തിന്റെ കുറവതാണ്. അല്ല ആരും സിഹ്റും അതിനും ചെയ്തോന്നല്ല. എവിടെയെങ്കിലും ചികിത്സക്കാരത്ത് പോയി ഉള്ളതൊക്കെ കൊടുത്താണ് വെറുതെ വെള്ളം മന്ത്രിച്ചു വെറുതെ ബുദ്ധിമുട്ടൊന്നും ആക്കേണ്ട സംഗതി ഇതാണ് സംഗതി. അതിന് ചെലവ് ചെയ്യാൻ നമ്മൾ റെഡിയാണോ? അല്ലാഹു തആല ആ ഐശ്വര്യവും ആ ആഫിയത്തും ആ സ്നേഹവും തിരിച്ചും അതിലേറെയും അല്ലാഹു തആല തരും. അതിന്റെ ഒരു കുറവാണ് നാട്ടിലൊക്കെ ഉള്ള കുറവ്. ആൾക്കാര് പറയും അയാളെ വാപ്പ അജര് ഭയങ്കര ഉഷാറേ, റമളാനിൽ 22-ന് അവിടെയൊന്നും എല്ലാവർക്കും തുറ. 1-2 കൊല്ലമൊക്കെ, ഞാനൊക്കെ അവിടെ 40 കൊല്ലം തുറന്നു നിന്ന് ആൾക്കാർ ഇന്ന് കഥ പറയും. ഞാൻ അഡ്രസ് ഒന്നും പറയില്ല, നിങ്ങൾ എന്നോട് പിന്നെ തെറ്റിപ്പോണ്ടിരും, ഞാനൊന്നും പറയില്ല. ഇപ്പൊ മോന്റെ കയ്യിലേക്ക് വന്നപ്പോ തുറയില്ല, പറയില്ല, പുറിയില്ല, ഒക്കെ പോയി. ഒരു 10 ആളെ വിളിച്ചൊരു തുറണ്ടോ? അതുപോലുമില്ല. ആ ബാപ്പക്ക് അല്ലാഹു തആല കൊടുത്തതിന്റെ ഇരട്ടി മോൻ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇല്ല, നന്ദികേടായി പോയി. പക്ഷെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതുകൊണ്ടൊരു സുഖം കിട്ടുന്നില്ല. കാരണം മാസാമാസം കൊണ്ടുപോയിട്ട് അങ്ങനെ ചെലവഴിക്കാണ് 1.5 ലക്ഷം 2 ലക്ഷം ചെക്കപ്പിന്, ടെസ്റ്റിന്, മരുന്നിന്, ഗുളികക്ക്. ബാപ്പാന്റെ അടുത്ത് അങ്ങനെ ഒന്നും പോയില്ല. മൊത്തം ആഫിയത്തുള്ള കാലത്തും ജീവിതകാലത്തും മൊത്തം ഒരു ചെറിയ മരുന്നിനൊക്കെ ആയിട്ട് 1000 റുപ്യ പോയിട്ടുണ്ടാകും 10-20 കൊല്ലം ജീവിച്ചപ്പോ. ബാപ്പക്ക് ഇഷ്ടം പോലെ ആൾക്കാർ അൽഹംദുലില്ലാഹ് എന്ന് പറയാനും ദ്വാരക്കാരുണ്ടായിരുന്നു. അത് നമ്മക്ക് കമ്മിയാണ്. അപ്പൊ നമ്മക്ക് ഇഷ്ടം പോലെ ചെലവഴിക്കണ്ടേ, ആൾക്കാരും വേണ്ട, നമ്മളെ കൊണ്ട് ജീവിക്കാം. അതിന് അല്ലാഹ് വേറൊരു മാർഗം ഒരുക്കി. അങ്ങനെയാണ് ഇഷ്ടം പോലെ അങ്ങനെ ചെലവഴിക്കേണ്ടി വരുന്നത്. അതാണ് അതിന്റെ ഏറ്റവും താത്വിക വശം. അത് നമ്മൾ ആ സബീല് നമ്മൾ മറക്കരുത്, വിട്ടുപോകരുത്. ഇഷ്ടം പോലെ അല്ലാഹു തആല തരാനുള്ള ഒരു മാർഗം ബാപ്പയുടെ ഉമ്മയുടെ സബീല് നിലനിർത്തുക എന്നുള്ളതാണ്. അങ്ങനെയുണ്ട് സഹോദരങ്ങളെ, നമ്മളെ പരിചയക്കാരിൽ തന്നെ അങ്ങനെയുണ്ട്. റബീഉൽ അവ്വൽ 12-ന് ബാപ്പ ആണ്ടിലേക്ക് പള്ളിയിലേക്ക് ഒരു ആട് കൊടുത്തു എന്ന് പറഞ്ഞ് ആ ആട് കൊടുത്തത് ബാപ്പ 10 കൊല്ലം നിലനിർത്തി. ഇന്ന് മക്കളെല്ലാവരും ഓരോരുത്തരും ഓരോ ആട് കൊടുത്ത് നിലനിർത്തിയത് കൊണ്ട് 3 ആളെയും ബിസിനസ് ദുബൈയില് ഏറ്റവും നല്ല ഹൈ ബിസിനസ് ആയിട്ട് ഇപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. കാരണം ആ ബാപ്പാന്റെ സബീൽ ആ മക്കൾ അങ്ങനെ തന്നെ നിലനിർത്തി. അവര് തീരുമാനിച്ചു, ബാപ്പ ഒറ്റക്കല്ലേ ഒരാട് കൊടുത്തത്, നമ്മൾ ഓരോരുത്തരും കൊടുക്കാൻ മാർഗം സ്വീകരിച്ചു. ആ മഹല്ലത്തില് റബീഉൽ അവ്വലിന് ഉച്ചക്ക് നാട്ടുകാർക്ക് മൊത്തം ഭക്ഷണം വിളമ്പുന്നത് പഴയ കാലത്ത് ഉപ്പയുടെ ആടിന്റെ ഇറച്ചി ഉണ്ടായിരുന്നു. ഇപ്പൊ മക്കളാണ് ആ സ്ഥാനത്ത് ആട്ടിറച്ചി കൊടുക്കുന്നത്. അവരെ ബിസിനസ്സിൽ അല്ലാഹു തആല വർധന കൊടുക്കാൻ. കാരണം ഇവരെ കൊണ്ട് ജനങ്ങൾ ജീവിക്കല്ലേ.
അപ്പൊ ആ മാർഗം നമ്മൾ വിട്ടുപോകരുത്. വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കളോടുള്ള ബന്ധം അതങ്ങനെ നിലനിർത്തണം. വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബ, കുടുംബം. മാതാപിതാക്കൾ എണ്ണീറ്റ് പിന്നെ അല്ലാഹു തആല കുടുംബം എന്ന് നേരെ തൊട്ടു താഴെ പറയുന്നത് ആരാണത് ഉദ്ദേശിക്കുന്നത്? സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ മക്കൾ, അവരാണ് കുടുംബം. ഏട്ടനും അനിയനും പെങ്ങളും പെങ്ങന്മാരും അവരെ മക്കളും, അവരാണ് കുടുംബം എന്ന് പറഞ്ഞത്. അല്ല, കുടുംബം എന്ന് പറഞ്ഞാൽ നേരെ മക്കളിലേക്കല്ല, അതിന്റെ മുമ്പാണ് ഇവര്. കുടുംബം എന്ന തലത്തിൽ ആദ്യം എണ്ണുന്നത് സഹോദരി സഹോദരന്മാരെയും അവരെ മക്കളെയാണ്. പിന്നെയാണ് നമ്മളെ മക്കളും അതുപോലെ തന്നെ ഭാര്യയും ബന്ധുക്കളൊക്കെ കടന്നു വരുന്നത്. സഹോദരി സഹോദരന്മാരോട് അല്ലലും മലട്ടലും ഇല്ലാതെ നല്ല ബന്ധുവായിട്ട് മുന്നോട്ട് പോകണം. സ്നേഹബന്ധുവായിട്ട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കാരണം എല്ലാ മക്കളെയും സ്വഭാവം ഒരുപോലെ ഇക്കോണമെന്നില്ല. ജ്യേഷ്ഠനായതുകൊണ്ട് ക്ഷമിക്കുക, ഒന്നും പറയണ്ട, നമ്മളെ ജ്യേഷ്ഠനല്ലേ, പുറത്തു കൊടുക്കുക, സഹിക്കന്നെ. ആ സഹനാണ് ഇപ്പത്തെ ആ ബന്ധത്തിന്റെ വില. സ്വന്തം സഹോദരനല്ലേ, അതെ സഹോദരനാണ്, അതുകൊണ്ട് നമ്മൾ കുറവാക്കണ്ട, നമ്മളെ സഹോദരനല്ലേ, നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ആ ബന്ധം നിലനിർത്തുക. സ്വന്തം ജ്യേഷ്ഠനായതുകൊണ്ട്, സ്വന്തം അനിയനായതുകൊണ്ട് പണക്കാൻ പറ്റൂല, ബന്ധം അടുത്ത ബന്ധാണല്ലോ, തെറ്റാനും പറ്റൂല, ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനും പറ്റൂല, ഇനി കൊടുത്തിട്ട് കിട്ടാതിരുന്നാലോ അതിൻ്റെ വാക്കേറ്റം ഉണ്ടാക്കാനും പറ്റൂല. ക്ഷമിക്കന്നെ, വേറെന്താ മാർഗം? സഹിക്കന്നെ, നന്മക്ക് വേണ്ടി. ആ സഹനത്തിനും ക്ഷമക്കും പകരം അല്ലാഹു തആല തരും. പക്ഷേ സഹോദരി സഹോദരങ്ങളോടുള്ള ബന്ധം നല്ല നിലക്ക് തന്നെ നിലനിർത്തേണ്ട ഒരു ബന്ധമാണ്. സഹോദരി സഹോദരങ്ങളോടുള്ള ബന്ധം, അവർക്കൊരു ബഹുമാനം അല്ലാഹു തആല നൽകുന്നുണ്ട്. ബാപ്പ ഇല്ലെങ്കിൽ ബാപ്പാന്റെ സ്ഥാനത്ത് വിശുദ്ധ ഇസ്ലാം നേർക്ക് നേരെ സ്ഥാനം കൊടുക്കുന്ന ആളാണ് മൂത്ത കാരണൂല്, ജ്യേഷ്ഠൻ. അൽ അഖുൽ കബീറു ബിമൻസിലത്തിൽ ഉമ്മി മൻസിലത്തിൽ അബി. മൂത്ത ജ്യേഷ്ഠൻ ബാപ്പാന്റെ സ്ഥാനത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, ഉമ്മാന്റെ സഹോദരി ഉമ്മാന്റെ സ്ഥാനത്താണ്. ഉമ്മാന്റെ സഹോദരിക്ക് ഉമ്മാന്റെ സ്ഥാനമുണ്ട്. ഉമ്മാന്റെ ജ്യേഷ്ഠത്തി അനുജത്തി അവരെ ബന്ധം പുലർത്തേണ്ടതും സഹായിക്കേണ്ടതും ഉമ്മയെ പരിഗണിക്കും പോലെ പരിഗണിക്കേണ്ട മഹൽ വ്യക്തിത്വങ്ങളുമാണ് ഉമ്മാന്റെ സഹോദരിമാർ. ഉമ്മാന്റെ സ്ഥാനമാണ് അവർക്കുള്ളത്. ഉമ്മയെ കാണുമ്പോ എന്തെല്ലാം ബഹുമാനങ്ങൾ ചെയ്യും, ആ ബഹുമാനങ്ങളൊക്കെ അവരോടും വേണം. ഉമ്മയുടെ കാര്യങ്ങൾ നിറവേറ്റുന്നത് പോലെ ഉമ്മാന്റെ സഹോദരിമാരുടെ കാര്യങ്ങളും നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. സ്വന്തം ഉമ്മാക്ക് ചെലവ് കൊടുക്കും പോലെ ഉമ്മാന്റെ സഹോദരിക്കും ചെലവ് കൊടുത്ത് വീട്ടിൽ താമസിപ്പിച്ചിരുന്ന മഹാനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വീടില്ല അവർക്ക്, ഉമ്മാന്റെ സഹോദരിക്ക് വീടില്ല. ഇതന്നെ നിങ്ങളെ വീട്, ഇവിടെ നോളി തന്നു. നമ്മൾ കുറച്ചേരം നിന്നിട്ട് ഇനി എന്നാ വീടുണ്ടാക്കുക വെച്ചൂലേ, വേറെ വീടുണ്ടാക്കണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ സഹോദരിയോട് പറഞ്ഞു, വേറെ വീടുണ്ടാക്കണ്ട, ഇവിടെ നിന്നോളൂ. ആ സഹോദരിയുടെ മകനാണ് മിസ്തഹ് ബിൻ ഉസാസ് റളിയല്ലാഹു അൻഹു. അവർ നിൽക്കുന്നത് ആ വീട്ടിലാണ്. രണ്ടുപേർക്കും ചെലവ് കൊടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ ഒരു ബന്ധം! പക്ഷേ ആ ബന്ധം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, ബാക്കിയുള്ള കുടുംബക്കാരെ കൂട്ടിക്കോളും, എളാപ്പ മുത്താപ്പാരൊക്കെ, എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കുമ്പോ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ക്ഷമിക്കാനുള്ള ബന്ധമാണ് വലിയ ബന്ധം. അങ്ങനെയാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ പൊതുവെ ആൾക്കാർ പറയുന്നത്, വേറെ ആരെങ്കിലും എന്നോട് ചെയ്താൽ എനിക്ക് അത്ര പ്രശ്നമല്ലേന്നു. നമ്മളെ സ്വന്തക്കാരനെ എങ്ങനെ ചെയ്താൽ പിന്നെ പുറത്തുള്ള ആൾക്കാരെ നമ്മളെങ്ങനെയാണ്? സ്വന്തക്കാരിൽ നിന്നാണ് ബുദ്ധിമുട്ടുണ്ടാകുക. നമ്മളെന്താ കരുതി പുറത്തുള്ള ആൾക്കാരിൽ നിന്നാണ് ബുദ്ധിമുട്ടുണ്ടാകുക? അല്ല, സ്വന്തക്കാരിൽ നിന്നാണ് വിഷമങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുക. അത് സഹിക്കലാണ് ശരിയായ ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കടുത്ത വിഷമം അനുഭവിച്ചത് ഉഹുദിലാണ് എന്ന് കരുതിയിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, നബിയെ, ഉഹുദിനേക്കാളും പ്രതിസന്ധി ഉള്ള വല്ല ദിവസം ഉണ്ടായിട്ടുണ്ടോ? ഉഹുദിൽ എന്തെല്ലാം പ്രതിസന്ധി! അവിടുത്തെ മുൻപല്ല് പൊട്ടി, പല്ല് ഷഹീദായത് ഉഹുദിലാണ്. നെറ്റിയിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങി ഇബ്നു ഖംഅത്തിന്റെ ഏറുകൊണ്ട് കുറെ സ്വഹാബിമാര് തുണിയെടുത്ത് ഒപ്പി നോക്കി, രക്തം നിന്നില്ല.
ഫാത്തിമ റളിയല്ലാഹു അൻഹ രക്തം ഇങ്ങനെ ഒലിക്കുന്നത് കണ്ടപ്പോ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു പായന്റെ ഭാഗം എടുത്ത് കരിച്ച് അതിന്റെ ചാരം കൊണ്ടുവന്ന് ഒട്ടിച്ച ശേഷമാണ് രക്തം നിലച്ചത്. അത്രയും പ്രയാസമുള്ള ഒരു സംഗതി ബദറിൽ ഉണ്ടായിട്ടില്ല, ഹുനൈനിൽ ഉണ്ടായിട്ടില്ല, ഖന്തഖിൽ ഉണ്ടായിട്ടില്ല, വേറെ എവിടെ ഉണ്ടായിട്ടില്ല. ഒരു ഏറ് കൊണ്ടിട്ടല്ലേ അവിടുത്തെ കൈവരിൽ നിന്ന് രക്തം ഒലിച്ചത്. എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉഹദിലുണ്ടായത്. തങ്ങൾ നോക്കി നിൽക്കല്ലേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മാറ് പിളർത്തിയിട്ട് കരള് പുറത്തെടുത്ത് ചവച്ച് തുപ്പിയത് ഇന്തെന്ന് പറയുന്ന സഹോദരി. സഹിക്കാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നില്ലേ അതൊക്കെ. ഉഹദിനേക്കാളും പ്രതിസന്ധിയുള്ള ദിവസം ഉണ്ടോ? ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഉഹദൊന്നുമല്ല എനിക്ക് പ്രതിസന്ധി. അബൂ ത്വാലിബും ഖദീജ റളിയല്ലാഹു അൻഹയും 3 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ വഫാത്തായപ്പോ എന്റെ കുടുംബം എന്ന് കരുതിയിട്ട് ഞാൻ ത്വായിഫിലെ അബ്ദു യാലി ഇബ്നു കുലാൽ ആ കുടുംബത്തിലേക്ക്, അഥവാ റബീഅത്തിന്റെ മക്കളായ ഉത്തുബയിലേക്കും ഷൈബയിലേക്കും ഞാൻ പോയി. അവര് ചെറിയ കുട്ടികളെ കയ്യിൽ കല്ല് കൊടുത്തിട്ട് എന്നെ എറിയിപ്പിച്ചു. അങ്ങോട്ട് അടുക്കാൻ എന്നെ അയച്ചില്ല. എനിക്ക് ഏറ്റവും വലിയ സങ്കടം അന്നായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുടുംബത്തിനെതിരെ ദ്വാരുന്നോ തങ്ങൾ? ഇല്ല. വിട്ടുവീഴ്ചയും ക്ഷമയല്ലേ തങ്ങൾ നടത്തിയത്. നടക്കാൻ കഴിയാതെ തങ്ങൾ ഇരുന്നു. 2 കൈയും നിലത്ത് വെച്ച് പതുക്കെ 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 ഒരു മുന്തിരിത്തോട്ടം, ആ മുന്തിരിത്തോട്ടത്തിലേക്ക് തങ്ങൾ കയറിയിരുന്നു അല്പം തണൽ കൊണ്ട് വിശ്രമിക്കാൻ വേണ്ടി. മുന്തിരിത്തോട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് റബീഅത്തിന്റെ മക്കൾക്ക് ചെറിയൊരു അലിവ് വന്നത്. നമ്മളെ കുടുംബക്കാരനല്ലേ, നമ്മൾ കൂക്ക് വിളിപ്പിച്ചു, മറ്റുള്ളവരെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു, ശരിയാണ്. എത്ര വിഷമം അനുഭവിച്ചു. കാലിൽ നിന്ന് രക്തം പൊടിഞ്ഞു വീണു. വളരെ വളരെ പ്രയാസപ്പെടുത്തിയില്ലേ. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊണ്ടുപോയി എടുക്കല്ലേ എന്ന് അവർക്ക് തീരുമാനമായിട്ടാണ് അദ്ദാസിന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ മുന്തിരി കൊടുത്തയച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഒരു അലിവ് തോന്നിയിട്ട് അവരെ കുട്ടികളെ ഏറിന്റെ ഊക്ക് കൊണ്ടാണ് സെയ്ദ് ഇബ്നു ഹാരിസന്റെ തല പൊട്ടിയത്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ പറഞ്ഞു, സെയ്ദേ, എന്നെ കാത്തു നിൽക്കാതെ മലഞ്ചെരുവിന്റെ ഇടവഴികളിലൂടെ നിങ്ങൾ മക്കയിലേക്ക് പോകണം, ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളും. തങ്ങളിങ്ങനെ വിശ്രമിക്കുന്ന സമയത്തല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചത്, അല്ലാഹു തആല ഈ കാണുന്ന 2 മലകളുടെ ചുമതലയുള്ള മലക്കുകളെയാണ് എന്റെ കൂടെ അയച്ചിട്ടുള്ളത്. തങ്ങൾ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ ആ 2 മലകളും ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ പിന്നെ ത്വായിഫ് ഇല്ല. പിന്നെ ത്വായിഫ് എന്ന് പറയുന്ന നഗരം ചരിത്രത്തിൽ കാണാൻ കഴിയൂല. ഒരൊറ്റ കുട്ടിയും പിന്നെ ഭൂമി ലോകത്ത് ത്വായിഫുകാരുണ്ടാകൂല. തങ്ങൾ പറഞ്ഞു, വേണ്ട, കുടുംബ ബന്ധത്തിന്റെ വിലയാ തങ്ങളെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത്. വേണ്ട, അവരറിവില്ലാത്തവരല്ലേ, അവര് പഠിച്ചറിഞ്ഞ് അവരിൽ നിന്നോ അവരെ താവടിയിൽ നിന്നോ ആരെങ്കിലൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വന്നാൽ ഇതിനേക്കാളും വലിയ ആശ്വാസം അതല്ലേ. തങ്ങൾ വേണ്ടാന്നല്ലേ പറഞ്ഞത്. അന്നാണ് ഞാൻ ഏറ്റവും പ്രയാസം അനുഭവിച്ചത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബങ്ങളിലുള്ള പ്രയാസം അത് സഹിച്ച് തരണം ചെയ്തു, മാപ്പ് കൊടുത്തു. ഷൈബത്തിന്റെ മക്കൾക്കെതിരെ തങ്ങൾ ദ്വാരുന്നില്ല. റബീഅത്തിന്റെ മക്കൾക്കെതിരെ തങ്ങൾ ദ്വാരുന്നാൽ ഒരൊറ്റ നാം എന്ന വാക്ക് മതി അവർ മുഴുവനും തരിപ്പണമായി പോകാൻ. പകരം അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് അനുകൂലമായിട്ടാ ദ്വാരുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിക്കാൻ കഴിയാത്ത വലിയ പ്രയാസമാണ് കുടുംബത്തിന് വേണ്ടി സഹിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി അപവാദ പ്രചരണം നടത്തിയ മുനാഫിക്കുകളുടെ ആ പറച്ചില് കേട്ട് ചിരിച്ചു കൊടുത്ത ആളാണ് സ്വന്തം ഉമ്മാന്റെ സഹോദരിയുടെ മകനായ മിസ്തഹ് ഇബ്നു ഉസാസ് റളിയല്ലാഹു അൻഹു. 40 ദിവസം കഴിഞ്ഞിട്ടാണ് ആയിഷ ബീവിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹു ഖുർആനിലൂടെ ആയത്തുകൾ ഇറക്കുന്നത്. 1-2 ആയത്തല്ല, 18 ആയത്തുകളാണ് ഒറ്റ വിഷയത്തിൽ ഇറങ്ങിയത്. ആയിഷ റളിയല്ലാഹു അൻഹ വിശുദ്ധ വനിതയാണ്. മഹദിക്ക് യാതൊരു പാകപ്പിഴവുമോ ദോഷത്തിന്റെ എന്തെങ്കിലും കാര്യമോ ആയിഷ ബീവിക്ക് സംഭവിച്ചിട്ടില്ല. അല്ലാഹു തആല ആയത്തിറക്കി. ഈ വിഷയത്തിൽ അകപ്പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്ദടിച്ചു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബി വനിത കുടുങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ സിദ്ദീഖ് തങ്ങൾ കേൾക്കുന്നു, സ്വന്തം വീട്ടിൽ സ്വന്തം ചെലവിൽ കഴിയുന്ന ഉമ്മാന്റെ സഹോദരിയുടെ പുത്രൻ മിസ്തഹ് റളിയല്ലാഹു അൻഹു കുടുങ്ങിയിട്ടുണ്ട്.